ഞാൻ ഗുരുവായൂർ അടുത്തൊരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊഴാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഗുരുവായൂർ നഗരസഭയുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജലാശയങ്ങൾ മലിനമാക്കാതെ വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാൻ പറഞ്ഞിട്ട്. പിന്നെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് മലിനമാക്കുന്നത് പിഴയും തടവും ലഭിക്കാനുള്ള കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു തോടാണ്, നല്ല വൃത്തിയുള്ളൊരു തോടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസ്ഥ നോക്കിയേ, അത്രയും വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പം ഈ ഒരു തോടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഹോട്ടലിൽ നിന്നോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വെള്ളം വന്നിട്ട് പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിട്ടുള്ളൊരു തോടായിരുന്നു, നല്ല വൃത്തിയുള്ള തോടായിരുന്നു. അതാണിപ്പോൾ അതിൻ്റെ അവസ്ഥ കേട്ടോ. അവിടെയാണ് ഈ ഒരു ബോർഡ്, ഇത്രയും ഉറപ്പിലൊരു ബോർഡ് നഗരസഭയുടെ അവിടെ വെച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ബോർഡ് വെച്ചാൽ മാത്രം പോരല്ലോ, ഇതിനെതിരൊരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ. ഇവിടെ അപ്പുറത്തൊരു കുളം പോലെയുണ്ട്, അതിലും ഈ സെയിം വെള്ളം തന്നെയാണ് നിറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ ഇവിടെ ഉള്ളതാണ്, അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ്. ഇത്രയും വൃത്തിയില്ലാത്ത രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ഇവിടെ അസുഖങ്ങൾ വരും. ഈ പറഞ്ഞ മാതിരി വലിയ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് ഇവർ ഇതിൻ്റെ വേസ്റ്റ് വെള്ളം എല്ലാം ഇതിലേക്കായിരിക്കും തള്ളുന്നുണ്ടായിരിക്കുക. അപ്പം അതില്ലാതാക്കിയാൽ ഇങ്ങനെയുള്ള കാനകളും തോടുകളൊക്കെ വൃത്തിയായിട്ട് കിടക്കുള്ളൂ. ഇത് ഈ ഒരു അവസ്ഥ, ഇത് പാവപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇങ്ങനൊരു ഇത് കാരണത്താൽ എന്തെല്ലാം എത്ര വീടുകളാണെന്നറിയാം ഇവിടേക്ക് ഉള്ളത്. ഇത് കാരണം കൊണ്ട് എത്ര ആളുകൾക്ക് അസുഖങ്ങൾ വരാനും ഇവിടുത്തെ തൊട്ടടുത്ത് കിടക്കുന്ന കിണറുകൾ ഉണ്ടാകും, അതും ഇതുപോലെ മലിനാവാനായിട്ട് കാരണമാവും. ഇത് വെള്ളം ശരിക്കും എവിടെ നിന്ന് വരുന്നതെന്നാണ് പറഞ്ഞാൽ മതി. വെള്ളം ഗുരുവായൂരുള്ള പരിസരത്തുള്ള ലോഡ്ജിൽ നിന്നൊക്കെ അല്ലേ, ലോഡ്ജിൽ നിന്നും പിന്നെ സൈഡിലുള്ള വീട്ടുകളിൽ നിന്നും വീട്ടുകളുടെ സൈഡിൽ പൈപ്പ് വെച്ചിട്ട് അവരെ വേസ്റ്റ് ഫുൾ ഇതിലേക്ക് തള്ളണല്ലേ, തള്ളിയിട്ട് പോണത് ചക്കകണ്ടം ഭാഗത്തേക്ക്. അപ്പൊ ഇനി ഇതിപ്പോ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ മറ്റേ നഗരസഭയുടെ. അപ്പൊ ഈ ബോർഡും ഇതും തമ്മിൽ വെക്കുമ്പോ മറ്റേ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഇതിലുണ്ടാവില്ല. പ്ലാസ്റ്റിക് അല്ല, പക്ഷെ ഇങ്ങനെ ഒരു തോട് എത്ര ആളുകൾക്ക് രോഗങ്ങൾ വരാൻ കാരണമാവും അറിയൂ ഇങ്ങനത്തെ ഒരു തോട് ഇങ്ങനെ കിടക്കുമ്പോ. ഇത് അവര് വന്നിട്ട് ക്ലീൻ ചെയ്യും, അങ്ങനെ ഒന്നും ചെയ്യില്ലേ? മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ള മണ്ണെടുത്തിട്ട് അടഞ്ഞു കിടന്നായിരുന്നു. അപ്പൊ വെള്ളം ഒഴുക്കായി. പക്ഷെ ഫുള്ള് ചെളി വെള്ളം മാറാനായിട്ടൊന്നും അവർ ഇനിഷ്യേറ്റീവ് എടുക്കണില്ലേ? അതും ചെയ്തിട്ടില്ല. ഉള്ള ചെളി ഇങ്ങനെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു കാനയായിരുന്നില്ലേ, തോടായിരുന്നില്ലേ? ഇത് തോട് നല്ല വീതിയുള്ള തോടായിരുന്നു. ഇടുങ്ങി ഓരോരുത്തരുടെ സ്ഥലം ഇവിടൊക്കെ അളന്ന് വരുമ്പോ ചിലവരെ ബാത്റൂമൊക്കെ പോകും. ആ നിലയ്ക്കാണ് അവിടെ സ്ഥലം നല്ല വീതിയുള്ള തോടായിരുന്നത്. മഴക്കാലത്ത് നല്ല വെള്ളമായിട്ട് പോകൂല്ലേ? മഴക്കാലത്തൊക്കെ വെള്ളം നല്ല ഒഴുകി. ഇപ്പം ഞാൻ ഊഹിച്ച പോലെ തന്നെ കേട്ടോ, ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇതിൽ കെട്ടിക്കെടുക്കുന്നത്. ഈ ഇത്തരത്തിൽ നിന്ന് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിടുന്ന വെള്ളം ഇങ്ങനെ വിടുന്ന അവസ്ഥ അത് കൺട്രോൾ ചെയ്യുക, എന്നാലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മലിനമാകാത്ത രീതിയിൽ എത്ര ആളുകൾക്ക് ഇത് ദുരിതം ഉണ്ടാക്കുന്നറിയോ.